ഹലോ അസ്സാം വലൈക്കും. നിസാർ ഫ്രം വയനാട്. ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇഷാനേഴ്സ് 2 വീട് കൊടുക്കുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചൂരൽമല പോയി അതിൻ്റെ ആളുകളെ കണ്ട് ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. അത് 1 വീക്കിനുള്ളിൽ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. അത് കൂടാതെ പറയാനുള്ള കാര്യം, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റി. അതായത് മലപ്പുറത്തെ മക്കൾ വയനാടിനൊരു കൈത്താങ്ങായിട്ട് ലോറിയുണ്ട്, ഫുള്ളായിട്ട് ഫുഡ് ഐറ്റംസ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA സിദ്ദീഖ് സാറ് നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റിയ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ വയനാടിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണങ്ങളും ഡ്രസ്സുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല. ഡ്രൈവേഴ്സ്, ഈ വന്ന ലോറിയുള്ള ഡ്രൈവേഴ്സ് കംപ്ലീറ്റ് ഞാൻ അവരായിട്ട് 2-3 നാളായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് മറക്കൂല. ദുആ ചെയ്യണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഞാനും ദുആ ചെയ്യും. എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും നന്ദി, നമസ്കാരം. പെരിന്തൽമണ്ണ മങ്കട പെരിന്തൽമണ്ണ അസോസിയേഷനും മങ്കട അസോസിയേഷനും എത്ര വണ്ടി വന്നിട്ടുണ്ട്? 25. മാഷാ അല്ലാഹ്, 25 വണ്ടി നിങ്ങളത് മാത്രം വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഇതേപോലെ സഹായിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു സഹായമാണ് ഇവിടെ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിന് വയനാട്ടിലെ ജനങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. ഇവിടുത്തെ തൊട്ടടുത്ത് അവിടത്തേക്കാണ് 15 ക്രിസ്തുരാജ സ്കൂള്. അവിടെ നമുക്ക് ക്രിസ്തുരാജ സ്കൂളിൽ 7 വണ്ടി, പിന്നെ കുന്നമ്പറ്റ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ സെൻ്റർ 7, 3, 10, 15, 25 വണ്ടി. ഒരു ധാരാളം 4, 5. ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടലിൽ പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും വ്യക്തികളും ഓരോ രീതിയിലുള്ള സഹായത്തിനും കൈത്താങ്ങനുമായി നിൽക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 25 വാഹനങ്ങളിലായി വിവിധ ദുരിതാശ്വാസ സാധന സാമഗ്രികളുമായി ഇവിടെ കൽപ്പറ്റയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ കുടുംബങ്ങൾ ഇന്നിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും പലരും അവരുടെ കുടുംബ വീടുകളിലുമാണ്. അവരുടെ വീട് ഭാഗികമായും സമ്പൂർണ്ണമായും തകർന്നു. ആ തകർന്നതായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ യജ്ഞം. ആ മഹായജ്ഞം വിവിധ തലങ്ങളിൽ നമുക്ക് ദുരിതം പേറുന്നതായ വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്താൻ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ MLAയും പ്രിയപ്പെട്ട ശ്രീ VS ജോയിയും എല്ലാവരുടെയും ശ്രീ ആലിപ്പറ്റ ജമീൽ എവിടെയുണ്ട്, ഷൗക്കത്തുണ്ട്, എല്ലാവരുമുണ്ട്. രാവിലെ ബഹുമാനായ ശ്രീ AP അനിൽകുമാർ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത് വലിയ കഠിനാധ്വാനം നടത്തിയാണ് ഈ 25 വാഹനങ്ങളിലായി ഇത്രയും സാധന സാമഗ്രികൾ ഇവിടെ എത്തിയത്.